നമിത് മൽഹോത്രയുടെ രാമായണം, നിതേഷ് തിവാരിയുടെ രാമായണം, രൺബീർ കപൂറിൻ്റെ രാമായണം, സായി പല്ലയുടെ രാമായണം, യാഷിൻ്റെ രാമായണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ എന്നുള്ള ലൈനിലാണ് വരുന്നത്. 800 കോടിക്ക് മേലെ ഉണ്ട് ഫസ്റ്റ് പാർട്ടിന് മാത്രം. സെക്കൻഡ് പാർട്ടിന് 700 കോടി. അതായത് ഫസ്റ്റ് പാർട്ട് അപ്പം സെക്കൻഡ് പാർട്ടിനോട് ചിരത്തങ്ങ് എടുക്കാമല്ലോ 800 കോടിക്ക് ഒരുമിച്ച് എടുക്കും. ഒരു വർഷം പാർട്ട് എന്തോ അല്ലേ ഇറങ്ങുന്നത്? അതെ അടുത്തടുത്ത് 26, 27 അങ്ങനെയല്ലേ റിലീസ്? സോ നമ്മുടെ രാമായണത്തിന് അതിന്റെ ആദ്യത്തെ ഒരു ഗ്ലിംസ്, ഒരു എന്താ പറയുക, അനൗൺസ്മെന്റ് വീഡിയോ പോലെ അല്ലേ രാമായണം. ഇത് തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതിനകത്തല്ലേ ഓംറാജിന്റെ രാമായണം. അതായത് ഇതൊക്കെ കാണുമ്പോൾ പ്രഭാസ് വിളിച്ചിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് എന്റെ ഫോട്ടോ തന്നിട്ട് നീ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കുന്നതല്ലേ. സോ നമുക്ക് നിതേഷ് തിവാരിയുടെ രാമായണത്തിന്റെ ഒരു ചെറിയ അനൗൺസ്മെന്റ് വീഡിയോ വന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അത് എല്ലാവർക്കും അറിയാലോ, ചുമ്മാ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ത്രിമൂർത്തികൾ. വിഷ്ണു God who protects, God who destroys, but $2.5 billion. Immortal story of Rama versus Ravana. ഇതായിരിക്കും ലുക്കല്ലേ ഫൈനൽ ലുക്ക്. രാമ, ധർമ്മ ആൻഡ് സാക്രിഫൈസ്. മ്യൂസിക് ആരാ ചെയ്തേക്കാൻ അറിയാം? മ്യൂസിക് ഹാൻസ് സിമ്മർ പ്ലസ് AR റഹ്മാൻ. ശ്രീധർ രാഘവൻ. ഈ ടൈറ്റിൽ ഇത് കാണാൻ നല്ല സോറി, ഇതാണെന്ന് തോന്നുന്നു ടൈറ്റിൽ ആനിമേഷൻ അല്ലേ? ഫിലിം ഫോർ ഐമാക്സ്. ഡീനക്കാണ് VFX ഒക്കെ ചെയ്യും. രാമായണം എന്നല്ല എഴുതിയത്, ഹിന്ദിയിലായിട്ട് രാമായണം എന്ന് എഴുതിയല്ലേ? പക്ഷെ അവര് ഇംഗ്ലീഷിൽ രാമായണ എന്ന് പറഞ്ഞു. ഈ ഡിസൈനിങ് അല്ല, ഇതിന്റെ ഈ ടൈറ്റിൽ ആനിമേഷനും ഈ പരിപാടി ഭയങ്കര രസമാണ് അല്ലേ? നമ്മൾ ഏതോ ഒരു ഭയങ്കര നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഭയങ്കര സീരീസ് കാണുന്ന ടൈറ്റിൽ ഇതുപോലെ ഉണ്ട്. ഗെയിം ഓഫ് ത്രോണിന്റെ ഒക്കെ ഞങ്ങൾ യാഷിന്റെ രാവണനെ കാണാൻ വെയിറ്റിംഗ് ആണ്. 2020 പാർട്ട് 1 26, പാർട്ട് 2 27. അത് ഒരുമിച്ച് ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി മാത്രം ടൈം എടുക്കുന്നു അല്ലേ? 1 year പോസ്റ്റ് പ്രൊഡക്ഷൻ ലൈൻ. ഞാൻ കേട്ടത് ഫസ്റ്റ് പാർട്ട് ആക്ച്വലി ഡീനഗിന് കിട്ടിയെന്നാണ്. അല്ല ആക്ച്വലി ഫസ്റ്റ് പാർട്ട് തീർത്തല്ലോ ഒരു. ഫസ്റ്റ് പാർട്ട് തീർത്തു. അത് ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ ഡീനഗിന്റെ ഇരിക്കുന്ന മറ്റേ ഞാൻ എന്തോ ഒരു കണ്ടു പുള്ളി അതിന്റെ CEO എന്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇതിന് ഒരുപാട് ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നു, ബ്രേക്ക് ആവുന്നു ഇടയ്ക്ക് ഭയങ്കര. അതായത് ഇവർ ഷൂട്ട് ചെയ്തപ്പോൾ ഇവർ ഭയങ്കര സൈലന്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇടയ്ക്ക് 1-2 ഫോട്ടോ ഒക്കെ ലീക്കായി. അപ്പൊ സായി പല്ലവിയെ സീതയാക്കുന്നതിനകത്ത് എതിർത്ത് ഒരുപാട് പേര് വന്നു. അതിന് ഇതിപ്പോ രൺബീറിനെ രാമനാക്കുന്നതായിരുന്നു. കാരണം രൺബീർ അതങ്ങനെ ശരിയാവും. ചിലർക്ക് മറ്റേ രാംചരനെ രാമനാക്കണം. ഈ രൺബീർ കപൂറിന്റെ റിയൽ ലൈഫ് സ്വഭാവം വെച്ചിട്ടാണ് അവർക്കത് രാമൻ ഏകപത്നി വ്രതൻ ആ ലൈനൊക്കെ ഉണ്ടല്ലോ. കാരണം ഒരിക്കൽ രാമനായിട്ട് അഭിനയിച്ചാൽ പിന്നെ രാമനായിട്ട് തന്നെ ജീവിക്കണം. അതെ, ആ ഒരു ലൈനൊരു സംഭവം ഉള്ളത്. യവനുമേ രാമനില്ലേ എന്ന് പണ്ട് ഹാരിസ് ജയറാജ് ഒരു പാട്ട് പാടിയത് അല്ലേ? അതെ അതെ, അതുപോലെ ഇത്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്ത് ഇത് പറയുന്ന ആരൊക്കെയാന്ന് ആലോചിക്കാറ്. ഏകപത്നി പോലും അത് തന്നെ ചേട്ടാ. ഇതിൻ്റെ ഏരിയ വരുന്ന കോൺട്രവേഴ്സീസോ എന്തോ ആയിക്കോട്ടെ, അത് ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യുക ചെയ്യുന്നത്.
ഇതിനെ ഓക്കെ, ഞാൻ പറയുന്നത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടില്ല. ഇത് ഈ രാമായണം എന്ന് പറഞ്ഞാൽ ആ കഥയൊന്ന് കാണാമെന്ന് പറഞ്ഞല്ലോ ആളുകൾ പോകുന്നത്. എന്റെ വേർഷൻ സ്ക്രീനിൽ കാണാൻ പറ്റാതാകുമ്പോഴത്തേക്കുള്ള ഇതാണ് ഈ കഥ. ഇപ്പൊ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്ന ഒരു മെജോറിറ്റി എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും ഇതിന്റെ ബേസിക് ഐഡിയ അറിയാം. ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടാവും, നല്ല ഡെപ്തിൽ അറിയാവുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ഈ പുറത്തെ ഈ ആനിമേഷൻ പടങ്ങളും ഈ പറയുന്ന പോലെ സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ക്വാളിറ്റിയിൽ എന്നാ നമ്മുടെ കഥകൾ കാണുക പണ്ട് തൊട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കുണ്ട് സൂപ്പർ ഹീറോസും ഒരുപാട് പല പരിപാടിയും ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ. അതെ, ബേസിക്കലി ഇതൊരു ഭയങ്കര എപ്പിക്, ഒരു ഫാന്റസി എപ്പിക് കഥയാണ്. അത്രയും എപ്പിക് ആയിട്ട് എന്നാണ് നമുക്ക് പ്രിയപ്പെട്ട കഥകൾ സ്ക്രീനിൽ വരിക നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു വേർഷനാണിത്. ഒരു അതെ, അതായത് ഇത് നമ്മുടെ നിതേഷ് തിവാരിയുടെ വേർഷൻ, നമ്മൾ ഓം റൗട്ടിന്റെ വേർഷൻ കണ്ടു ഇല്ലേ? മണിരത്നത്തിന്റെ വേർഷൻ കണ്ടു. നമ്മൾ കണ്ടില്ല, നിങ്ങൾ കണ്ടു, ഞങ്ങൾ ചേട്ടൻ കണ്ടില്ല അല്ലേ? ഓ സോറി, ഞങ്ങൾ കണ്ടു. അതാ പറഞ്ഞത്, ഈ രാമായണം ഒരുപാട് പേര് പരീക്ഷ ഫെയിൽ ആയിപ്പോയി. അതിനകത്ത് ഇതാണിപ്പം നിൽക്കുന്നത്, എല്ലാവരുടെയും പ്രതീക്ഷ. ഇതിനകത്ത് പറയുന്നില്ല, എനിക്ക് അങ്ങോട്ട് വന്ന് ആ കാഴ്ച കാണാൻ വയ്യ. ഇല്ല, ഇത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പ്രഭാസ് ഓം കം ടു മൈ റൂം എന്ന് പറഞ്ഞ് വിളിക്കുക. എന്തിനാ ഇട്ട് കാണിച്ചു കൊടുത്ത് തലക്ക് തട്ട് കൊടുത്തിട്ട് കണ്ടോടാ. നമുക്ക് ആദ്യം ഒരു സ്റ്റൂ ചെയ്യാൻ പറഞ്ഞ മുമ്പ് ഇപ്പം 2 പാട്ടായിട്ട് ഇറക്കുമല്ലേ ഈ കഥ. അപ്പോൾ ഈ കഥയ്ക്കകത്തൊരു നല്ല ഡ്രാമ ഉണ്ടോ? ഇവർക്ക് ഈ മിസ്സായി പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിനിമ കൾച്ചർ ഉണ്ടല്ലോ, അതായത് തിയേറ്റർ ഹൈ കൊടുക്കുന്ന മറ്റേ റിയൽ ടൈപ്പ് സിനിമ ചെയ്യാനുള്ള ശ്രമം അതില്ലാതിരുന്നാൽ. പിന്നെ ഈ രാമായണത്തിനെ സംബന്ധിച്ച് ഈ ഫസ്റ്റ് പാർട്ട് നിൽക്കുന്ന പോയിന്റ് അത് എവിടെയായിരിക്കും? ഇല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പാർട്ടാകുന്നതുകൊണ്ട് തന്നെ ഈ കഥയിൽ ഈ ഡ്രാമയ്ക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ടല്ലോ. പക്ഷെ ഇവർ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഹൈ പോയിന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടേ നമുക്ക് ഈ ഡ്രാമ മിസ്സായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ വന്ന പടങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിന്റെ ഒരു സൂചന ഈ ടീച്ചറിനകത്തുണ്ട്. രാമനാമരത്തിൽ ഓടിച്ചാടി ചേട്ടാ ഹൈ പോയിന്റ് ഉണ്ടാകാനുള്ള എലമെന്റ് കഥയ്ക്കകത്തുണ്ടല്ലോ. മനസ്സിലായി. അല്ല, ഞാൻ പറയുന്നത് ആ ഇപ്പം നമ്മൾ ഈ കാണിച്ച VFX പോർഷൻസ് ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. പക്ഷേ ലൈവ് ആക്ഷനിലേക്ക് അത് വന്നപ്പോഴത്തേക്കും ആ ഒരു ഹൈ കിട്ടാത്ത പോലെ ഫീൽ ചെയ്തു. അത് നമുക്കിപ്പം ഈ സിനിമയിൽ അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് മാറുമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഡ്രാമ കാണാൻ ഒന്നാമത്തെ കാര്യം മെജോറിറ്റി ഭാഗങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പം പ്രൊഡക്ഷനൊക്കെ വന്നില്ലേ, ഒരു ബേസിക്കലി ഒരു സ്റ്റുഡിയോ പടം പോലെ ആയിരിക്കും ഇപ്പോൾ ഇതിൻ്റെ പരിപാടി നടക്കുന്നത്. അപ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ടല്ലോ, ഇങ്ങനെ ഇന്ന ടൈമിൽ ഇന്ന സംഭവം നടക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കഥയുടെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഇവർ അത്ര ഒരു കൊമേഴ്ഷ്യൽ പടമാക്കി മാറ്റാതെ. ഡയറക്ടർ വൈസ് പിന്നണിയിലുള്ള എല്ലാവരും ഓക്കെയാണ്. നിതേഷ് തിവാരി ആസ് എ ഡയറക്ടർ ഓക്കെയാണ്. അല്ല, പുള്ളി ചെയ്തേക്കുന്ന ഇതിനുള്ള പടങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം നല്ല ഡ്രാമയുള്ള നല്ല പടങ്ങളാണ് പുള്ളി ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതായത് എല്ലാവരുടെയും പ്രശ്നം ഇത്രയും വലിയൊരു പടം ചേട്ടാ 800 കോടി പടം ചെയ്യുന്നു. അപ്പോൾ ഈ പടം രാമായണം ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇത് ഒരു കോമൺ ഓഡിയൻസിന് തിയേറ്ററിൽ വന്നിരുന്ന് കാണുമ്പം മറ്റേ ഹൈ കിട്ടണം എന്നുള്ളൊരു നിർബന്ധം ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് മനസ്സിലായി. എൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ചിലപ്പോൾ ചിലർക്ക് പക്ഷേ അത്രയും ചിലപ്പോൾ മറ്റേ PS1 പോലെ ആയിരിക്കും. അതായത് ഇങ്ങനെ PS1 പോലെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഓടി പോകുന്ന ഒരു ടൈപ്പ് പടമാണെങ്കിൽ അറിയില്ലായിരിക്കും. എനിക്ക് PS1ഉം PS2ഉം ഭയങ്കര ഡള്ള് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതിന് കാര്യം എനിക്ക് അത്രയും വലിയ കഥയെ നമ്മൾ അങ്ങനെ കാണണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. PS1 എനിക്ക് ഈ സെയിം അഭിപ്രായമാണ്. അതായത് ഇതിനകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ 10 പുസ്തകത്തിന്റെ സംഭവം ചുരുക്കി 2 പടമാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അതിനകത്തുണ്ടാകും. പക്ഷേ രാമായണം ആക്ച്വലി നമുക്ക് വലിയ പ്ലോട്ട് പോയിന്റ്സ് ഉള്ളതുകൊണ്ട് 2 പടമാക്കി തീർക്കാൻ പറ്റും. ഒരിക്കലും അങ്ങനെ ആക്കില്ല. ഇത് മറ്റേ ഈ വനവാസത്തിന് നിൽക്കുന്ന സമയം മാത്രമേ കാണിക്കത്തുള്ളൂ. കാണിക്കാൻ തോന്നത്തുള്ളൂ, അറിയില്ല നമുക്ക്. കാരണം അത് മൊത്തം കാണിക്കണമെങ്കിൽ 2 പാർട്ടൊന്നും പെട്ടെന്ന്. അല്ല, രാമായണം ആക്ച്വലി ഒരു ആനിമേറ്റഡ് വേർഷൻ ഉണ്ട് ഇന്ത്യയും നമ്മൾ പറഞ്ഞ മൊത്തം കാണിക്കണ്ട. നമ്മുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്നത് എന്തും ആയിക്കോട്ടെ, ആ കാണിക്കുന്ന ഈ സംഭവമേ അതൊരു ഭയങ്കര ഫാസ്റ്റ് പേസിൽ ഓടുന്നൊരു സിനിമ ആക്കി മാറ്റുന്നതേ ഉള്ളൂ. അതായത് ഇങ്ങനെ മറ്റേ ബീജം ഒക്കെ ഇട്ട് ആൻസിമറൊക്കെ ഇരുന്ന് ബീജം ചെയ്യുമ്പോൾ സ്ലോ മോഷനിൽ രാമൻ ഓടി ഇരുന്ന് ചാടി വരുന്നു, ഇവിടെയൊക്കെ ബീജം വരുമ്പോൾ പുള്ളി കാണുമ്പോൾ ഇവിടെ ഇങ്ങനൊരു പരിപാടി ഇംഗ്ലീഷില്ലല്ലോ, ഇവന്മാർക്ക് പറഞ്ഞു കൊടുക്കണുള്ളൂ ഈ സാധനം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ആ കൊളാബറേഷൻ എങ്ങനെയാണെന്ന് കാണാൻ ഭയങ്കര ഇൻവോൾവ്മെന്റ്. ഇപ്പൊ എനിക്ക് ഈ മ്യൂസിക് ഇതിനകത്ത് ഈ മ്യൂസിക് കേൾക്കുമ്പോൾ ഇത് കുറച്ച് ഇതൊരു ഒരു ഇന്റർനാഷണൽ പ്ലസ് ഇന്ത്യൻ. അതെ അതെ, അങ്ങനെ ഫീൽ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു, മ്യൂസിക് രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഹനുമാൻ അതെങ്ങനെയായിരിക്കും ഒന്ന് കാണാനുണ്ട്. സണ്ണി ഡിയോൾ ആണ്. പക്ഷെ അത് സണ്ണി ഡിയോൾ ലാസ്റ്റ് പടം നമ്മള് ചേട്ടാ ഇവരെങ്ങനെയായിരിക്കും ഹനുമാനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ല, അതിലേക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നത് യാഷിന്റെ രാവണനെ കാണാൻ. കാരണം യാഷ് ഇന്നവർ ചെയ്ത സിനിമകൾ പോസിറ്റീവ് ഇതാണ്. എനിക്ക് വളരെ പോസിറ്റീവ് ഒരു രസമായിരിക്കും. അത് ഇത് ഭയങ്കര ഡൗട്ട്ഫുൾ. എന്തുകൊണ്ട് അതായത് ഹനുമാനായിട്ട് നമ്മളൊരു കാസ്റ്റ് ചെയ്യണം, അത് ഒരുപാട് അഭ്യാസങ്ങളും പരിപാടികളൊക്കെ കാണിക്കാനുള്ള ഒരാളാണല്ലോ. അപ്പം എന്തുകൊണ്ട്
ആ ഏജിലുള്ള ഒരു ആക്ടറെ ചൂസ് ചെയ്തു, എന്താണ് അതിന്റെ കണക്ഷൻ എന്ന് മനസ്സിലായി. അത് നമുക്കിനി പടത്തിന്റെ ടീസറോ ട്രെയിലറോ വലിപ്പം എന്നുള്ളൊരു അതെ അതെ കുറച്ച് അതുപോലെ തന്നെ രാമനും എങ്ങനെയാണ് രൺബീർ അതെങ്ങനെയാണ് സംഭവം കൃത്യമായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞ ടോണാണ് ഇവർ ഈ രാമായണത്തിൽ പ്ലേസ് ചെയ്യാൻ എനിക്ക് യാഷിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാഷിനെ ഇപ്പം നമ്മൾ യാഷിന്റെ പടങ്ങളെല്ലാം കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ യാഷിന് ഒരു എപ്പോഴും ചെയ്തേക്കുന്ന പടങ്ങൾ കുറച്ച് പുള്ളിയുടെ ഒരു കൊമേഴ്ഷ്യൽ മറ്റേ മാസ് ലൈൻ സാധനമാണ്. ഞാൻ മറ്റേ പിന്നെ 8 ഷൂ പോളിഷ് കൊടുക്കുമ്പോൾ 9 ഷൂ എന്ന് പറയുന്ന ആ ഡയലോഗ് ഡെലിവറി ലൈനാണ് പുള്ളിയുടെ പടങ്ങളിലെല്ലാത്തിനും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത് പണ്ട് പോലെ. അപ്പോൾ അതിൽ നിന്ന് പുള്ളി എങ്ങനെ ഒരു കുറച്ചുകൂടെ ഒരു ഭയങ്കര വലിയൊരു ക്യാരക്ടറായിട്ട് മാറി ഒരു ഈ രാവണൻ്റെ സ്ക്രീൻ സ്പേസ് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയാനാണ് എനിക്ക് ഭയങ്കര ക്യൂരിയസിറ്റി. കാരണം ആ ക്യാരക്ടർ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ എങ്ങനെ അവതരിപ്പിക്കും ഇവർ എന്നുള്ളത് ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊന്ന 10 പേരുണ്ട് 10 തലയുള്ള. പക്ഷേ എനിക്ക് ബേസിക്കലി യാഷിൻ്റെ ഒരു അത് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം ആഗ്രഹം തോന്നുന്നു. കാരണം പുള്ളി എങ്ങനെ അത് ലുക്ക് ഡിസൈൻ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ കാണിച്ചതിനകത്തുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് കൂടെ ആയിരിക്കും. കാരണം യാഷിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഓൾ ഇന്ത്യ ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഈ പടത്തിന് ഭയങ്കര രീതിയിൽ ഗുണം ചെയ്യുന്നു. ഇതിന് മുമ്പ് മറ്റേ ഇറങ്ങത്തില്ലേ ഇല്ല ടോക്സിക് 2026 ഉള്ളൂ. ആണോ? അത് അറിയത്തില്ല എപ്പോഴാണ് അതിനെപ്പറ്റി. വേറെ മുമ്പായിരിക്കും അത്. മേ ബി 2026 ഇതിന് ശേഷമാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിന് ശേഷമാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ട് അതിനൊരു വളരെ മോശം അഭിപ്രായങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ ഇതിന് കവർ ചെയ്യാൻ പറ്റുമല്ലോ. അത് അപ്പോൾ ഇവിടെ നന്നായിരിക്കണം നല്ലപോലെ. എന്തായാലും ഇതിന്റെ ടീസർ ഇനി അടുത്ത വർഷം ജനുവരി രാമായണത്തിന്റെ ബേസ് എന്തെങ്കിലും മാസോ കർക്കിടക മാസം. അപ്പോൾ ആ മാസമായിരിക്കും കർക്കിടക മാസത്തിൽ. അതെ അറിയത്തില്ല. അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ രൺബീർ സാധനമൊക്കെ വരുമായിരിക്കും. സോ എനിവേ ഇന്ത്യയുടെ ബിഗസ്റ്റ് ഫിലിം എന്നുള്ള ഏറ്റവും വലിയ ബജറ്റ് ഇവിടെ അല്ലേ കാണിച്ചില്ലേ? സീതയെ കാണിച്ചില്ല. ലക്ഷ്മണനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. കാണിക്കാനുണ്ട് ലക്ഷ്മണനുണ്ട്. അതെ, ലക്ഷ്മണൻ മറ്റേ രവി ഡുബെ എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ്. യുദ്ധമായിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഫസ്റ്റ് ലുക്കിൽ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ കാണിച്ചത്. ഇവർ രണ്ടുമായിരിക്കും മെയിൻ. ഈ 2 പേരാണല്ലോ മെയിൻ. ബാലി സുഗ്രീവനൊക്കെ വരാനുണ്ട്. അവരൊക്കെ വരാനുണ്ട്. സോ ഇനി സിനിമയുടെ ടീസർ ട്രെയിലർ അങ്ങനെ എന്തെങ്കിലും ഇത് വരട്ടെ. നമ്മൾ നോക്കിയിരിക്കുകയാണ് എന്താണ് സിനിമ എന്നറിയാൻ. ഇൻട്രസ്റ്റിംഗ് അല്ലേ? വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. വളരെ ഇതുപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതാണ് മഹാഭാരതത്തിന്റെ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവർ വരാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് പോസിറ്റീവ് ആണ്. അതെ.